ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധനോട് കത്തിയോണ്ട് എന്നെ കുത്തി കൊല്ലടി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ വിക്രമേട്ടാ വീട് എന്ന് പറഞ്ഞിട്ട് കത്തി അങ്ങനെ വലിച്ചു നീട്ടണേ. എന്നിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും മുറി പറ്റിക്കിടുന്നാൽ ഞാൻ തന്നെ നോക്കണ്ടേ എന്നൊക്കെ പറയുകയാണേ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് രാധയോട്, രാധേ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിന്നോട് ഒരിക്കലും ഞാൻ അങ്ങനെ എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിൽ നിന്ന് വിനായകൻ ഇറങ്ങി വരികയാണ്. വിക്രമേ, നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നീ എവിടെയെങ്കിലും ഉണ്ടായല്ലോ, വാ സാറേ വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് അവിടേക്ക് വരികയാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോൾ എന്താവോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ വേഗം വന്നിട്ട് ചെയറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വാ സാറേ വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അവിടെ വന്ന് കസേരയിലിരിക്കുകയാണ്. നല്ല സന്തോഷത്തിൽ ചിരിച്ചൊക്കെയാണ് ആൾ വന്നിരിക്കുന്നത്. ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാൻ തന്നോട് ആരാ പറഞ്ഞതെന്ന് ചേട്ടനോട് ചോദിക്കുകയാണ്. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് പറയണതേ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല, കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പിലാക്കാനായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തു കൊടുക്കുമെന്ന് പറയണേ. പിന്നെ ശ്രീകാന്ത് പറയുകയാണ്, ഈ കാര്യം ഇങ്ങനെ നമ്മുടെ തല്ലും വഴക്കായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ പെങ്ങളെ കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് നമുക്കൊരു ഒത്തുതീർപ്പിലെത്താമെന്ന് പറയണം. അതിനെന്താ, നിങ്ങളുടെ പെങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാനവിടെ കെട്ടിയിട്ട് ഇരിക്കുന്നില്ലല്ലോ പെങ്ങളെ, അപ്പോൾ അതല്ല, ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാനെന്താ വേണ്ടത്, അതിന് ഞാനെന്താ നാട് വിടണമെന്ന് ചോദിക്കണം. വേണ്ടി വന്നാൽ നാട് വിടണം, നീ ഒരു 1-2 വർഷവും വല്ല ബോംബെയിലോ ബാംഗ്ലൂരിലോ എവിടെ എന്ന് വെച്ചാൽ പോയിക്കോ, വെറുതെ പോണ്ട, ആവശ്യത്തിനുള്ള പണം തരാം എന്ന് പറയണ്ട. അപ്പോൾ വിക്രം ഇങ്ങനെ സന്തോഷത്തോട് ചോദിക്കണം, ആവശ്യത്തിനുള്ള പണം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറയും. 10 ലക്ഷം രൂപയുണ്ടെന്ന് പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ 10 ലക്ഷം രൂപയും കൊണ്ട് പോയിട്ട് ഈ 2 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോൾ എൻ്റെ പെങ്ങളെ ജീവിതം സുരക്ഷിതമാക്കാം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ പെങ്ങളെ സുരക്ഷിതമാക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണം അല്ലേ എന്ന് ചോദിക്കണം. അതെ, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാണ്. ഇതിപ്പോൾ പണം കുറഞ്ഞു പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഗതികേട്, സ്വന്തം പെങ്ങൾക്ക് വില പറയേണ്ടി വന്ന ഒരു ഗതികേട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തൻ ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല, ഈ ഡീലിനെ ഞാൻ ഓക്കെയാണെന്ന് പറയും. അപ്പോൾ 2 ദിവസത്തെ സമയം എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ശ്രീകാന്ത് പോവുകയാണ്. ഈ സമയത്ത് വേദയ്ക്കല്ല രാധയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും വിക്രമേട്ടൻ ഈ പൈസയും കൊണ്ട് നാട് വിട്ടു പോകുമ്പോഴേ ഞാനും കൂടെ വരും, ഞാനിപ്പോൾ പറഞ്ഞത് ശരിയായില്ലേ, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ രാജേട്ടൻ പറയും, നീ ഇതുവരെ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് നിരക്കാത്തല്ലേ, അങ്ങനെ നോക്കുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയും. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അമ്മയും ശ്രീജയും കൂടി തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേദ വന്നിട്ട് ഞാനും കൂടെ സഹായിക്കുക, വെറുതെ ഇരുന്നിട്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടില്ല, അച്ഛൻ്റെ തുണികൾ അമ്മ മാത്രമേ അലക്കാറുള്ളൂ. അപ്പോൾ പറയുന്നു, ബാക്കിയുള്ള തുണികൾ ഞാൻ അലക്കാം, അത് വേണ്ട, ഒന്നില്ലെങ്കിൽ ഭാര്യമാർ തുണി അലക്കണം, അതല്ലെങ്കിൽ അമ്മ അലക്കണം, അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാനിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തുണി ഭർത്താക്കന്മാരെ അലക്കി തരുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വേദ. അതെങ്ങനെയാണ് ശരിയാവാമെന്ന് ചോദിച്ചിട്ട് നന്ദിനി അവിടേക്ക് വരികയാണ്. ഇവിടെ തുണികളൊക്കെ അവരവർ തന്നെയാണ് അലക്കണം. അപ്പം നന്ദിനി ഒരു ചുരിദാർ കൊടുത്തിട്ട് ചോദിക്കും, അതെ ഈ ചുരിദാർ നന്ദിനി എടുത്തിട്ടല്ലേ, ഇതിപ്പോൾ അമ്മയും ശ്രീചേട്ടത്തി എല്ലാം അലക്കുന്നതെന്ന് പറയട്ടോ. അത് എന്ന് പറയാൻ കേട്ടോ, അതെ ഞാനും അലക്കിയിട്ടൊക്കെ ഉണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ തുണികൾ ഞാൻ തന്നെയാണ് അലക്കാറ്. വാഷിംഗ് മെഷീനിലായിരിക്കും. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഉപകരണങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സഹായം സ്വീകരിക്കുന്നുണ്ട്, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദിനിനെ ഒരു പ്ലേറ്റ് മാറ്റുന്ന പോലെ വന്നിട്ട് പറയാം, അതെ ഞാൻ വേദയ്ക്ക് വിഷമാവാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല എന്ന് പറയും കേട്ടോ. എനിക്ക് വിഷമമൊന്നും ആയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയാതെ, ഞാൻ ഇത്രയും നാളും അച്ഛൻ്റെ കൂടെ ചേർത്ത് വേദന ചെറുതായിട്ട് കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്, അതിനെന്നോട് വേദ ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു ഷേക്കൻഡ് എന്ന് പറയും. എൻ്റെ കയ്യിലാകെ സോപ്പാന്ന് പറയും കേട്ടോ വേദ. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് അത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് മറന്നു തരണം കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എന്തോ ഒരു സംഭവിക്കാൻ പോകുന്നത് പോലൊക്കെ ഒരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഇതേ സമയം ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദീപ്തി. അപ്പോൾ അവിടെ മുത്തശ്ശിയും അമ്മയും വർഷമൊക്കെ ഉണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രീകാന്തേട്ടൻ വേദ ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്, വേദ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അവസാന അടവ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് പറയട്ടോ. അതെന്താ അവസാനത്തെ അടവെന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ മുത്തശ്ശിയിൽ പറഞ്ഞ സാമം വേദം ദാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാനത്തിൻ്റെ വഴി നോക്കാൻ പോകണം, പണം കൊടുത്ത് വിക്രത്തിൻ്റെ മയക്കെടുത്ത്
വേദ ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് അതൊന്നും ഒരിക്കലും നടക്കില്ല, വിക്രം അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയാനിട്ട്. ഇത് കേട്ടിട്ട് ദീപ്തിക്ക് ദേഷ്യം വരികയാണ്. ആ തെമ്മാടി കിട്ടിയ താലിയുടെ പേരിൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കട്ടെ എന്നാണ് മുത്തശ്ശി പറയുന്നതെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ തെമ്മാടിയാണോ മറ്റുള്ളതാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, അവൻ മനസ്സിൽ നന്മയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഭഗവാൻ അവനെ നൽകിയതെന്നൊക്കെ പറയും കേട്ടോ മുത്തശ്ശി. ഒരിക്കലും അവനക്ക് തെറ്റൂല, അവൻ ആ പണം വാങ്ങിക്കൂല, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴേക്കും ശ്രീകാന്ത് അവിടേക്ക് വരട്ടെ. ശ്രീകാന്ത് പറയും മുത്തശ്ശിക്ക് അത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ ആ ഉറപ്പ് വെറുതെയാണ്, അവന് 10 ലക്ഷം രൂപ കൊണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു, അവൻ ആ പൈസ മേടിച്ച് കൊണ്ടുപോയി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ ദീപ്തി ചോദിക്കുന്നത് ഇപ്പം എന്തായി മുത്തശ്ശി പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറയണ്ട. പണത്തിന് മുകളിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ മുത്തശ്ശി? എന്തായാലും നമുക്ക് നമ്മുടെ മോളെ ജീവിതം രക്ഷപ്പെടുത്തണം, അതല്ലേ വേണ്ടത് അമ്മേ. അവളിങ്ങോട്ട് വന്നാൽ കാര്യങ്ങളൊക്കെ ശരിയാവും, അതുകൊണ്ട് പൈസ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ വേദന അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദീപ്തിക്കാണെന്നുണ്ടെങ്കിൽ സന്തോഷമാവും, എന്തായാലും ചേച്ചി വരുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് 2 ദിവസത്തെ സമയം അവൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കഴിഞ്ഞതിനുള്ളിൽ വേദ ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നടക്കണം എന്നൊക്കെ പറയട്ടെ. ഇതൊക്കെ കേട്ട് മുത്തശ്ശിക്ക് ആകെ വിഷമാവാണ് കേട്ടോ. ഒരിക്കലും വിക്രം പണം വാങ്ങിക്കില്ല എന്നാണ് മുത്തശ്ശി കരുതിയിരുന്നത്. മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാവാണ്. പിന്നീട് രാധയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി നന്ദിനി അടുത്ത് വരികയാണ്. നന്ദിനിയുടെ അടുത്തോട് ചോദിക്കുകയാണ്, നന്ദിനി അടുത്ത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ അമ്മ എവിടെ, എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. എടി എന്നോട് പറയടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറയാമെന്ന് പറയാണ്. ഈ സമയത്ത് അവിടേക്ക് രാധ വരികയാണ്. അമ്മയെ എന്ന് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം മോളെ, വാ താഴത്തേക്ക് വാ എന്ന് പറയട്ടോ. അപ്പോൾ ടെറസിൽ തുണിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ വേദ ചോദിക്കുന്നത് എന്താ രാധയുടെ കല്യാണം വല്ല ശരിയായോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് പറയും കേട്ടോ. അപ്പോൾ വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവർ 2 പേരെയും താഴത്തേക്ക് രാധ വിളിച്ചുകൊണ്ട് കൊണ്ടിട്ട്. അപ്പോൾ വേദ വിചാരിക്കുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്നിട്ട്. രാധ പറയുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. കാര്യം ഞാൻ അമ്മേനോട് ഒരു കാര്യം പറയാണ്ട് ചെയ്യാറില്ലല്ലോ. എന്താ മോളെ കാര്യം? അതെ ഞാൻ വിക്രമേട്ടൻ്റെ കൂടെ നാട് വിടാൻ പോവാന്ന് പറയട്ടോ. നാട് വിടാനാ? നാട് വിടാൻ ഞാൻ വിക്രമേട്ടനും കൂടെ നാട് വിട്ടു പോയാൽ എന്താ അമ്മേ കുഴപ്പം? നീ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കണ്ട. അതെ അത് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ഒരു കാര്യം, വിക്രമേട്ടൻ പോകുമ്പോൾ ഞാനും കൂടെ പോകും. വിക്രമൻ നാട് വിട്ടു പോകുന്നു. നീ എന്താ പറഞ്ഞു? വിക്രം നാട് വിട്ടു പോകുന്നില്ല. ശ്രീജയും ചീത്ത പറഞ്ഞിട്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത തമാശകളൊന്നും പറയില്ലേ. അതെ അതിനുള്ള പൈസ വിക്രമേട്ടൻ വാങ്ങിച്ചു കഴിഞ്ഞു. പൈസ ആ വേതാളില്ലേ അവളുടെ ആങ്ങളെ വന്നിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, നാട് വിട്ടു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൻ നാട് വിട്ടു പോകണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകാനുള്ള ആൾ ഇവിടെ ഉണ്ട് എന്ന് പറയും. ആ ആളാണ് ഇവിടുന്ന് പോകാൻ പോകുന്നതെന്ന് പറയാൻ കേട്ടോ. അവളെ 2 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോകും എന്ന് പറയാണ്. അപ്പോൾ നീ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ രാധ കാര്യങ്ങളൊക്കെ നടന്നതൊക്കെ പറയാൻ കേട്ടോ. നടന്നതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ കമല ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. വിക്രം വേദയെ പകരമായിട്ട് കാശ് വാങ്ങിച്ചു തന്നു, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രമേട്ടൻ എന്നെ കൊണ്ടുപോകില്ല, പക്ഷേ ഞാൻ പോകുമ്പോൾ ട്രെയിനിൽ കയറിയിട്ട് പോകും, അവിടെ ചെന്നിട്ട് എന്നെ കണ്ടാൽ മതി. അപ്പോൾ ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ആകെ വിഷമമാവാണ്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി ഇങ്ങനെ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അമ്മ അവിടേക്ക് വരികയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മോൾ ഇവിടേക്ക് വരുന്നത് നല്ല കാര്യമല്ല അമ്മയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി ഭഗവാൻ കണ്ടെത്തിയ ആൾ ആ പൈസ വാങ്ങിക്കില്ല എന്നാണ് കരുതിയത്, അവൻ നല്ലവനാണെന്ന് ഞാൻ കരുതിയത്, പക്ഷേ എൻ്റെ മോൾക്ക് തെറ്റ് പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അമ്മേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ഒരു കണക്ക് കൂട്ടലൊക്കെ ആവും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മോൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അമ്മയെന്നൊക്കെ പറയാണ്. എങ്കിലും എൻ്റെ മോൾക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും. അമ്മ വിഷമിക്കില്ലേ, അവൾ വരുന്നതിനെക്കുറിച്ച് സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് പറയുകയാണെ. അപ്പോൾ മുത്തശ്ശി എനിക്കറിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണേ. ഈ സമയത്ത് വിക്രം വീട്ടിലേക്ക് വരികയാണ്. അമ്മയെന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പൈസയുടെ ബാഗും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.